ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മത്തങ്ങയും സേമിയയും കൂടി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പായസമാണെന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് തന്നെ ഞാനിവിടെ ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മത്തങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ഗ്രേറ്ററിൽ ഇട്ടിട്ടാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം അതിലേക്ക് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, ഒന്ന് കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബദാമിന് പകരം കാഷ്നട്ട് ഇട്ടാലും മതി. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് വീണ്ടും ഞാൻ ആ പാത്രം തന്നെ ഒന്ന് കഴുകിയാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടറിൽ അത് വറുത്തെടുത്തുകൊണ്ടാണ് വീണ്ടും കഴുകിയാണ്ട് വെച്ചത്. അപ്പോൾ ബട്ടർ ആകുമ്പോൾ താഴെ ഇങ്ങനെ കുറച്ച് കരിഞ്ഞ പോലെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നെയ്യിലാണ് നിങ്ങളത് വറുത്തെടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നെയ്യാകുമ്പോൾ കരിഞ്ഞ് പോകുമൊന്നുമില്ല. എന്നിട്ട് നേരെ നെയ്യിലേക്ക് തന്നെ ആ പാല് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാല് കാച്ചിയാണ്ട് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് ചൂടോട് കൂടി തന്നെ കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്കായൻ്റെ കുരു മാത്രം എടുത്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ പാല് നന്നായിട്ട് ചൂടായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ തിളച്ച് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ നമ്മളെ മത്തങ്ങയൊക്കെ കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ടൈപ്പ് സേമിയ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു 1/4 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് എടുത്തതാണ്. അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ സാധാ ടൈപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യം സേമിയ ചേർത്ത് കുറച്ചൊന്ന് വെന്ത ശേഷം മത്തങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ഒരു ടൈപ്പ് സേമിയാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതായിട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സേമിയ കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മധുരം മതി കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ വരേക്കൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ. പിന്നെ നമ്മൾക്കിതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം കൂടി വരുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 90 ഗ്രാമിൻ്റെ ഒരു ചെറിയ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു കുറച്ചുള്ളൂ കേട്ടോ, ഒരു 2 നുള്ളൊക്കെ ഉണ്ടാവുള്ളൂ. അതിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പായസമൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സേമിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ബദാമിന് പകരം കാഷ്നട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മൾ സേമിയയും മത്തങ്ങയും കൂടി വെച്ചിട്ടുള്ള പായസം തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. ആ ഇടയിലായിട്ട് ഒരു മഞ്ഞ കളറിൽ മത്തങ്ങയൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതുപോലെ ഇതുവരേക്കും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ guys.